DMIT അഥവാ ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് പറയുക. കാരണം എനിക്കറിയാം അവൻ ഡോഗ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. കാരണം കുറച്ചെങ്കിലും ഈഗിളോ പീക്കോക്കോ ഒക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ലോകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞാൽ അവരെ പിന്നെ ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ EQ, ഇമോഷണൽ കോഷ്യന്റ്, IQ, സ്പിരിച്വൽ കോഷ്യന്റ്, ക്രിയേറ്റീവ് കോഷ്യന്റ്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഓൺലൈനായിട്ടാണോ അതോ ഓഫ്ലൈനായിട്ടാണോ നോക്കുന്നത്? രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോഴേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടുപേരുടെയും കരിയർ എന്താണെന്നുള്ളത്. എനിക്ക് തലവേദനയും. രണ്ടുപേരും അതിന് ഇഷ്ടത്തോടെയാണോ പോകുന്നത്? അപ്പോൾ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. കുട്ടികളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൃത്യമായിട്ട് അവരുടെ കരിയർ പ്ലാൻ ചെയ്യാം. 8 10 വയസ്സോ മുതൽ തന്നെ പ്ലാൻ ചെയ്യാം. സാർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടൊരു വിഷയമായിരുന്നു DMIT ടെസ്റ്റ്. അതായത് ഒരാളുടെ ഫ്യൂച്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്നുകൂടെ പറയാമോ? DMIT അഥവാ ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് പറയുക. ഡെർമോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് നമ്മുടെ ത്വക്കുമായിട്ട്, തൊലിയുമായി ബന്ധപ്പെട്ടത് ആണ് ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് നമ്മൾ ത്വക്ക് രോഗത്തിനാണല്ലോ. അപ്പോൾ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റിൽ നിന്നാണ് ഒരാളുടെ ജാതകം തന്നെ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അതായത് നമ്മളുടെ ഈ 10 വിരലുകളുടെ ഈ അറ്റം ഉണ്ടല്ലോ, ഫിംഗർ ടിപ്പ്, ഈ ഫിംഗർ ടിപ്പിലുള്ള രേഖകൾ നമ്മളുടെ ബ്രെയിനിൻ്റെ പല ലോബ്സും ഉണ്ട്. ഓരോ ലോബ്സിനും ഓരോ ഖണ്ഡങ്ങൾക്കും ഓരോ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, കാഴ്ചയുടെ കേന്ദ്രമുണ്ട്, ബുദ്ധി പ്രവർത്തിക്കേണ്ട കേന്ദ്രമുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കേന്ദ്രമുണ്ട്, അങ്ങനെ പലതും. ഇതെല്ലാം നമ്മളുടെ ഈ വിരലുകളുമായിട്ട് പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ഈ കൈവിരലുകളും കണക്റ്റഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ഹാർവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ജയിലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം അനേകം കുറ്റവാളികളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിരുന്ന ഇദ്ദേഹമായിരുന്നു. അപ്പോൾ പല കുറ്റവാളികളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ട് അവരുടെ സ്വഭാവ രീതിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റി. എല്ലാവരിലും ഒരു 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്, 8 ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഒരാളുടെ കഴിവിന് ആധാരം. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ബേസ് തിയറി ഇതാണ്. അപ്പോൾ ഗാർഡനർ കണ്ടുപിടിച്ച ഈ തിയറി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ബയോമെട്രിക് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് 10 വിരലുകൾ, ഒരു വിരൽ 3 തവണ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കും. എന്ന് പറയുമ്പോൾ 30 പ്രിൻ്റ് എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിലുള്ള മാർക്കുകളുണ്ടല്ലോ, പല മാർക്കുകളുണ്ട്. റേഡിയൽ ലൂപ്പ്, അൾനാർ ലൂപ്പ്, ഡെൽറ്റ, അങ്ങനെ റിഡ്ജ് കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് റിഡ്ജ് കൗണ്ട് ചെയ്തിട്ട് ആ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാളുടെ പ്രൈമറി പേഴ്സണാലിറ്റി എന്താണ്, സെക്കൻഡറി പേഴ്സണാലിറ്റി എന്താണ്. ഇതൊക്കെ നമ്മുടെ തമ്പിലുണ്ട്, ഒരാളുടെ പേഴ്സണാലിറ്റി പോലും. ഇപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പ്രൈമറി പേഴ്സണാലിറ്റി ഡോവാണ്, സെക്കൻഡറി പേഴ്സണാലിറ്റി ഈഗിളാണ്. ആൾ പാവത്താനാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൊറിയാൻ ചെന്ന ഈഗിളുടെ സ്വഭാവം കാണിക്കും, ആക്രമിക്കും. അത് ഒരാളുടെ ഒരു രീതിയാണത്. എന്നാൽ തലയിൽ കയറിയിരിക്കാൻ സമ്മതിക്കത്തില്ല. അതെൻ്റെ ക്യാരക്ടർ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ അറിയാൻ പറ്റും, ഒരാൾ എന്താണ് അയാളുടെ റിയൽ ക്യാരക്ടർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്യാരക്ടർ അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്താൽ മതിയോ? അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡോവ് ആണോ, ഈഗിളാണോ, ഔളാണോ, പീക്കോക്കാണോ, ഈ 4 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് പൊതുവേ ആളുകളെ തരംതിരിച്ചിരിക്കുന്നത്. ആ ഒരു തിയറി പ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പ്രൈമറി പേഴ്സണാലിറ്റി എന്താണ്, സെക്കൻഡറി പേഴ്സണാലിറ്റി എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മകൻ്റെ എടുക്കുമ്പോൾ ഡോ പേഴ്സണാലിറ്റിയാണ് പ്രൈമറിയും സെക്കൻഡറിയും ഡോവാണ്. അങ്ങനെയുള്ളവർ ഭയങ്കര പഞ്ചപാവങ്ങളായിരിക്കും, ജീവിക്കാൻ വലിയ പാടായിരിക്കും. പഠിപ്പിച്ച് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോഴേ തന്നെ. കാരണം എനിക്കറിയാം അവൻ ഡോ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. കാരണം കുറച്ചെങ്കിലും ഈഗിളോ പീക്കോക്കോ ഒക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ലോകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയെ നമുക്ക് ആദ്യമേ തന്നെ തിരിച്ചറിഞ്ഞാൽ അവരെ പിന്നെ ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഇതിനകത്ത് DMITയിൽ കിട്ടുന്നത് ഒരു വ്യക്തി ജനിച്ചപ്പോൾ അയാൾ എന്താണ് ആക്ച്വലി. ഓരോ വ്യക്തിക്കും 8 ടൈപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് ലോജിക് ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർ ലോജിക്ക് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, കണക്കിലെ കളികൾ. ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ ആർട്ടിസ്റ്റിക് ലെവലിൽ ചിന്തിക്കും. ആർട്ടിസ്റ്റിക്കൽ ആൻഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവർ മ്യൂസിക് പഠിച്ചാൽ മതി. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരുണ്ട്, മേധാ പട്കറിനെ പോലുള്ളവർ, സലീം അലി, പക്ഷി ഗവേഷണം, അതങ്ങനെ ജിയോളജിസ്റ്റ്, നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് പഠിച്ചാൽ മതി, വിജയിക്കും. ഇനി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി ഉണ്ട്, അതായത് ലാംഗ്വേജിന് ഭയങ്കര കഴിവായിരിക്കും. അങ്ങനെയുള്ളൊരു ലിറ്ററേച്ചറോ ടീച്ചറോ അഡ്മിനിസ്ട്രേറ്ററോ അങ്ങനെയുള്ള കഴിവ്, ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്ന ആളോ അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഒരാളായിട്ടോ ടീച്ചറായിട്ടോ ഒറേറ്ററായിട്ടോ ഒക്കെ മാറാം, പൊളിറ്റീഷ്യനായിട്ടോ ഒക്കെ മാറാം. മനസ്സിലായോ? ഇനി വേറെ ടൈപ്പ് ഒരു ഇൻ്റലിജൻസ് ആണ്
ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസും ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസും. ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, സെയിൽസിലൊക്കെ ഉള്ളവർക്ക് വേണ്ട കഴിവാണ്. പരസ്പരം സംവദിക്കാനും ആൾക്കാരെ കുപ്പിയിലാക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അകത്തോട്ടിരുന്ന് ചിന്തിക്കാനുള്ള കഴിവാണ്, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവ്, അകത്തോട്ടിരുന്ന് കുറേ കാര്യങ്ങൾ ചിന്തിക്കുക, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാവും, അതുള്ളവരുണ്ട്. അതുപോലെ തന്നെ ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ളവരുണ്ട്. ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ സച്ചിനെ പോലെയുള്ള ആൾക്കാരാണ്. ഒരു ബോൾ വന്നു കഴിഞ്ഞാൽ അത് വിഷ്വലൈസ് ചെയ്ത് ബാറ്റ് ഇങ്ങനെ വിട്ടാൽ അവിടെ 6 പോകും അല്ലെങ്കിൽ 4 പോകും. ഇത് കൃത്യമായിട്ട് ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ള ഒരാളെ സ്പോർട്സ്മാൻ ആക്കിയാൽ മതി. ആർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവരെന്ത്, ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരെന്ത് വേണം, RLBയിൽ പഠിക്കാൻ വിട്ടാൽ മതി. ഇത് ഒരു കുട്ടിയുടെ ഒരു 10 വയസ്സിലോ 7 വയസ്സിലോ ഒരു 8 വയസ്സായ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ 7 വയസ്സ് മുതൽ ഫിംഗർ പ്രിൻറ്റ്സ് തെളിഞ്ഞു തുടങ്ങിയാൽ നമുക്കിത് എടുക്കാം. മനസ്സിലായോ? അതിപ്പോൾ രാഹുലിൻ്റെ ഇപ്പം എടുക്കണമെങ്കിൽ ഇപ്പം എടുക്കാം, നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ അസസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ EQ, ഇമോഷണൽ കോഷ്യൻ്റ്, IQ, സ്പിരിച്വൽ കോഷ്യൻ്റ്, ക്രിയേറ്റീവ് കോഷ്യൻ്റ്, ഇതൊക്കെ നമുക്കറിയാൻ പറ്റും. ഓൺലൈനായിട്ടാണോ അതോ ഓഫ്ലൈനായിട്ടാണോ നോക്കുന്നത്? 2 രീതിയിലും നമുക്ക് ചെയ്യാം. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുക ലൈവായിട്ട് വന്നെടുക്കാനാണ്. പ്രസൻ്റായിട്ട് അപ്പം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബയോമെട്രിക് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഓൺലൈൻ ചെയ്യാനുള്ള മെത്തേഡും ഉണ്ട്. ഇൻ കേസ് ഒരാൾ ദുബായിലാണ്, UK യിലാണ്, അവരുടെ മക്കളുടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള മാർഗ്ഗം ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരാൾ ടാലൻ്റ് എന്താണ്, ജനിച്ചപ്പോൾ ഇയാൾ എന്താണ്, ഇയാളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിലേക്ക് പോയാൽ പിന്നെ കുഴപ്പമുണ്ടോ? മുതലേ ഞാനെപ്പോഴും പറയും, മരങ്ങേറ്റം പഠിപ്പിക്കാൻ നോക്കരുത്, അതിനെ നീന്തൽ പഠിപ്പിക്കണം. അണ്ണാൻ എന്ത് ചെയ്യണം? നീന്തൽ പഠിപ്പിക്കാൻ നോക്കരുത്, മരങ്ങേറ്റക്കാരനാക്കാൻ നോക്കണം. അപ്പോൾ നല്ല സ്പോർട്സിന് എബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സ്പോർട്സിലേക്ക് വിട്ടാൽ പോരെ. ഇനി ഡിഫൻസിലേക്ക് പോകാൻ പറ്റുന്ന ഒരാൾക്ക് ഇതൊക്കെ അതിനകത്ത് സ്റ്റാർ മാർക്ക് കാണും. 5 സ്റ്റാർ മാർക്ക് കിട്ടുന്നതിൽ പോയാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ എടുത്തപ്പോൾ എനിക്ക് 4 5 സ്റ്റാർ മാർക്കാണ് കിട്ടിയത്. ഒന്ന്, ഞാൻ ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ഒരാളാണ്, വേണമെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവാം. വേറൊന്ന്, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി നന്നായിട്ടുണ്ട്, 5 സ്റ്റാർ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഓതർ ആവാം. ലിറ്ററേച്ചറി സ്കില്ലുണ്ട്, ലിറ്ററേച്ചർ എഴുതാൻ, കവിത എഴുതാൻ, കഥ എഴുതാൻ, ഇതൊക്കെ കഴിവുള്ള ഒരാളാണ് ഞാൻ. ടീച്ചർ ആവാം, അങ്ങനെയുള്ളവർക്ക് ടീച്ചർ ആവാം. പൊളിറ്റിക്സിലേക്ക് പോവാം, നല്ല ഒറേറ്റർ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണലുണ്ട്. അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിംഗ് മാനേജർ ആവാം, വേണമെങ്കിൽ മെഡിറ്റേഷൻ മാസ്റ്റർ ആവാം, യോഗ മാസ്റ്റർ ആവാം. അങ്ങനെ പല മേഖലയിൽ എനിക്ക് 4 മേഖലയിലേക്ക് പോകാനാണ് കാണുന്നത്. വേറെ ആൾക്ക് കാണുന്നത് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് കൂടുതലാണ്, വളരെ റെയറാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു പട്ടിയുടെയും പൂച്ചയുടെയും പൂമ്പാറ്റയുടെയും പുറകെ ഓടി നടക്കും. അവരെ പിടിച്ചിട്ട് നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി അത് പഠിപ്പിച്ചാൽ പോരെ. ഒരു ജിയോളജിസ്റ്റ് ആയ ചിലപ്പോൾ വിജയിക്കും, ജിയോഗ്രഫി പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഓരോ ഇൻ്റലിജൻസും ഒരാളിൽ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഇതിനെ അനലൈസ് ചെയ്ത് അവസാനം എത്തുന്നതാണ് ഏത് കരിയർ ഇവർ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഈ കരിയർ ഇപ്പോഴേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ ടാലൻറ്റ് അനുസരിച്ചിട്ടുള്ള കറക്റ്റ് കുട്ടികളുടെയൊക്കെ ഇപ്പോഴേ നോക്കിക്കഴിഞ്ഞാൽ അവരെ അതിനനുസരിച്ച് വിട്ടാൽ മതി. ഇപ്പോഴേ ഒരു 7 വയസ്സിലോ 8 വയസ്സിലോ 10 വയസ്സിലോ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 ഏത് വിഷയം എടുക്കണം എന്ന് പോലും കൃത്യമായിട്ട് തീരുമാനിക്കാം. അപ്പോൾ ഇത് എപ്പോൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇതിന് ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏജ് ലിമിറ്റ് ഇല്ല. ഈ ഫിംഗർ ഈ പ്രിന്റ് വന്നു കഴിഞ്ഞാൽ ഇത് ആജീവനാനന്തകാലം മരിക്കുന്ന. ജനിച്ചു വീഴുന്ന കുട്ടികൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പറ്റില്ല. നമുക്കൊരു 7-8 വയസ്സെങ്കിലും ആവണം. ഫിംഗർ പ്രിന്റ് ഒന്ന് തെളിഞ്ഞു വരണ പ്രായത്തിലാണ് നമുക്ക് ചെയ്യാം. 7 വയസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, 8 വയസ്സ് മുതൽ ചെയ്തിട്ടുണ്ട്. അത് ചില കുട്ടികളിൽ ചിലപ്പോൾ ഫിംഗർ പ്രിന്റ് ഒന്ന് കൃത്യമായിട്ട് വരാൻ, അത് നമ്മൾ വെക്കുമ്പോൾ തന്നെ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും. അപ്പോൾ പറയും അയ്യോ ഈ കുട്ടിയുടെ പറ്റില്ല. ചിലപ്പോൾ 3 കുട്ടികൾ വരും വീട്ടിൽ, ഏറ്റവും ഇളയ കുട്ടി 7 വയസ്സാണ്, ഞാൻ എടുത്തില്ല, ആ കുട്ടിയുടെ ശരിക്കും തെളിയുന്നില്ല. ബാക്കി 2 കുട്ടികൾ കൗമാരക്കാരാണ്, അവരെടുത്തു, അതെടുക്കാൻ പറ്റും. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു കരിയർ അവർക്ക് ഗൈഡൻസ് കിട്ടും. ഇവൻ ആരായി മാറും എന്ന് ഭാവിയിൽ അറിഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അച്ഛനമ്മമാർക്കൊക്കെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്നുള്ള വാശിയായിരിക്കും. അതെ, ആ സമയത്ത് മക്കളും വേറെ വാശി പിടിക്കും. ആ സമയത്ത് 2 പേരുടെയും കൂടെ കൺഫ്യൂഷൻ തീർക്കാൻ ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കൃത്യമായിട്ട് അവർ പഠിക്കേണ്ടതെന്ന്, അതായത് നമ്മൾ ജന്മനായുള്ള കഴിവ്, ടാലൻ്റ് ആണ്. അതിൽ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ബോഡിലി കിനസ്തെറ്റിക് അല്ല ഒരാൾ, ഫ്ലെക്സിബിൾ അല്ല, അയാൾ കളരി പഠിച്ചു, അതല്ലെങ്കിൽ കരാട്ടെ പഠിച്ചു, ജിംനാസ്റ്റിക് പഠിച്ചു, എങ്കിലും അവർക്ക് സ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അക്വേർഡ് സ്കില്ലാണ്. ഇതിൽ വരുന്നത് ജന്മനാ ഉള്ള നമ്മുടെ ടാലൻ്റാണ്. നമ്മുടെ നൈസർഗികമായിട്ടുള്ള നൈപുണ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ട് ആ ഫീൽഡിലേക്ക് പോവാം, വിജയിക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു അനുഗ്രഹമാണ്. ഇപ്പം എൻ്റെ മക്കളുടെ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മകൾ ഇതൊന്നും പോവില്ല, ഈ പറഞ്ഞ ഫീൽഡിലേക്ക് ഒന്നും പോവില്ല. അവൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, ഡിസൈനർ ആവണം, കറക്റ്റാണ് അവളുടെ ചിന്ത, ഡിസൈനർ ആവട്ടെ. മകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കാണാം, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു ടീച്ചർ,
അങ്ങനെയൊക്കെ ഉള്ള ലെവലിൽ പോകാനുള്ള ലിംഗ്വിസ്റ്റിക് എബിലിറ്റി കൂടുതലുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഞാനിപ്പോഴേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടുപേരുടെയും കരിയർ എന്താണെന്നുള്ളത്. എനിക്കിനി തലവേദനയില്ല. രണ്ടുപേരും അതിന് ഇഷ്ടത്തോടെയാണ് പോകുന്നത്. അതെ അതെ, അതിനോടാണ് അവർക്ക് താല്പര്യം. അപ്പോൾ കുട്ടികളുടെ താല്പര്യങ്ങൾ നോക്കി അവർക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ നോക്കി നമുക്ക് അവരെ വിടാം, ഗൈഡ് ചെയ്യാം കൃത്യമായിട്ട്. അതാണ് ഇത് ചെയ്താലുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ പല രക്ഷകർത്താക്കൾക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ കാണത്തില്ല. പക്ഷെ അവരൊരു വാശിയിലായിരിക്കും, എൻ്റെ മോൻ ഇത് പഠിച്ചാൽ മതി. അങ്ങനെയുള്ളവർ പലരും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിപ്പിച്ചു +1 ആ കുട്ടിയെ. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന് കൊമേഴ്സ് എടുത്തിട്ട് ഒരു ബിസിനസ് മാൻ ആവണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അവൻക്കറിയാം ഞാൻ എന്ത് ചെയ്യും. എൻ്റെ പപ്പ പറയുന്നത് ഞാൻ ഇത് പഠിച്ച് MBBS എടുക്കണം എന്നാണ്. ആ കുട്ടി വിജയിക്കാൻ പോകുന്നുണ്ടോ? MBBSനൊക്കെ പോയാൽ ചിലപ്പോൾ ഉഴപ്പി തിരിച്ചു പോരും, കാശ് കുറേ പോവുകയും ചെയ്യും. ഈ രക്ഷകർത്താക്കളുടെ ദേഷ്യത്തിന് വഴിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കുട്ടികൾക്ക് പിന്നീട് സംഭവിക്കാൻ പോകുന്നത്? അല്ല, അതൊരു വലിയ ദുരന്തമല്ലേ. ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ മാതാപിതാക്കൾ എന്നെ വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ തലത്തിലേക്ക് എത്തില്ല. ഒരു പരിധി വരെ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ മദറാണ്. നീ ഇന്ന ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഈ ബുക്കൊക്കെ വാങ്ങിച്ചു തന്ന് എനിക്ക് പ്രോത്സാഹനം നൽകിയത് എൻ്റെ മദറാണ്. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ മദറിനോട് കടപ്പാടുണ്ട്. അപ്പോൾ ആ വ്യക്തി ടീച്ചറായിരുന്നു, അതാണ് ആ വ്യത്യാസം. ടീച്ചറായിരുന്നുകൊണ്ട് പിള്ളേരുടെ ഈ നൈസർഗികമായ വാസനകൾ നന്നായി വരയ്ക്കും, നന്നായി പാടുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് എഴുതും. ഇതെല്ലാം കഴിവുള്ള ഒരാൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ആരാവണോ. അതെ, അന്ന് DMIT ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ മദറിന് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇവൻ ഇതൊക്കെ പഠിച്ചാൽ വിജയിക്കുമായിരിക്കും എന്ന് സജഷൻ തരുമായിരുന്നു ഒരു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഞാനത് കറക്റ്റ്. പക്ഷേ ഞാൻ എൻ്റെ 38ാമത്തെ വയസ്സിലാണ് ഞാനത് എടുക്കുന്നത്. ആ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ ചെയ്യേണ്ട പണി തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭാഗ്യമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ വന്നുകൊണ്ടൊന്നുമില്ലല്ലോ. ഇപ്പം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു MBBS ഒരിക്കലും വേണ്ട, നേഴ്സാവണോ വേണ്ട, ഒട്ടും താല്പര്യമില്ല, ഇനി എഞ്ചിനീയർ ആവണോ ജീവിതത്തിൽ ഒരിക്കലും ആവണ്ട എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ എഞ്ചിനീയറിങ്ങിന് വിട്ടിട്ട് എന്തായിരിക്കും, MBBSന് വിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ അവൾക്ക് ഡിസൈനിങ് ആണ് താല്പര്യം, നന്നായി വരയ്ക്കുന്നുണ്ട്, അതിൽ ക്ഷമയുണ്ട്, അതിൽ കൃത്യമായിട്ട് അവൾ കഴിവും തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ചെയ്തു, അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് കാര്യമില്ല. എൻ്റെ ഇഷ്ടം വേണമെങ്കിൽ ചിലപ്പോൾ ഒരു BSc നേഴ്സായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലൊക്കെ നല്ല വിവാഹ മാർക്കറ്റിൽ ഏറ്റവും നല്ല കാര്യമാണ് BSc നേഴ്സിംഗ്. അവളോട് ചോദിച്ചോ പറഞ്ഞു എനിക്ക് നേഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ എന്തിനു നിർബന്ധിക്കണം? അപ്പം എനിക്കത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനില്ല, അവൾക്കും കൺഫ്യൂഷനില്ല. അപ്പോൾ മാതാപിതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. കുട്ടികളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൃത്യമായിട്ട് അവരുടെ കരിയർ പ്ലാൻ ചെയ്യാം. 8-10 വയസ്സോ മുതൽ തന്നെ പ്ലാൻ ചെയ്യാം.